സുഹൃത്തുക്കളെ, അങ്കമാലിന്ന് വണ്ടി വിട്ടാൽ അധികം ദൂരമൊന്നുമില്ല നമ്മുടെ സ്വന്തം മലയാറ്റൂരിലേക്ക്. വെറും ഒരു കുന്നും മലയുമല്ലേത്, ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഇന്റർനാഷണൽ പിലിഗ്രിം സെന്റർ ആണ് നമ്മുടെ മലയാറ്റൂർ പൊന്നുംകുരിശുമുടി. മലയാറ്റൂർ മുത്തപ്പ പൊന്മല കയറ്റം എന്ന് വിശ്വാസികൾ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേക വൈബാണ്. വരി നിൽക്കാനും കല്ലും കുരിശും എടുത്ത് മല കയറാനും ജാതിയും മതവും ഇല്ലാത്ത ജനപ്രവാഹമാണ് ഇങ്ങോട്ട്. ഇനി ഇതിന്റെ പുറകിലൊരു കഥയുണ്ട്. 752 യേശുവിന്റെ ശിഷ്യനായ തോമസ് ലീഗ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി എന്നാണ് വിശ്വാസം. അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ച് നടക്കുമ്പോൾ ഈ മലയാറ്റൂർ മലമുകളിൽ പ്രാർത്ഥിക്കാൻ എത്തിയത്രേ. ആ സമയത്ത് വന്യമൃഗങ്ങളും ശത്രുക്കളും ഉപദ്രവിക്കാൻ വന്നപ്പോൾ മുത്തപ്പൻ പാറയിൽ വിരൽ കൊണ്ട് ഒരു കുരിശു വരച്ചു. അവിടെ ഒരു പൊന്നിൻ കുരിശ് തെളിഞ്ഞു വന്നു എന്നാണ് ഐതിഹ്യം. അന്ന് ആ പാറയിൽ പതിഞ്ഞ മുത്തപ്പന്റെ കാൽപ്പാടുകൾ ഇന്നും അവിടെയുണ്ട്. വേറൊരു കാര്യം പറയട്ടെ, അവിടെ ഒരു പഴയ പള്ളിയുണ്ട്. ആന കുത്തിയ പള്ളി എന്ന് പറയും. കാട്ടാനകൾ വന്ന് കുത്തിയിട്ടും തകരാതെ നിന്ന ആ ചരിത്രവും ആ ഭിത്തിയിലെ പാടുകളും ഇന്നും അവിടെ കാണാം. അതൊക്കെ ഒരു അത്ഭുതം തന്നെയാ മക്കളെ. നോമ്പുകാലം ആയാൽ പിന്നെ ഇവിടെ തിരക്കോട് തിരക്കാണ്. കിലോമീറ്ററുകളോളം കാൽനടയായി വരുന്നവർ, തോളിൽ മലക്കുരിശ് വേണ്ടി പൊന്മല കയറ്റം നടത്തുന്നവർ. ഇതിനൊരു വല്ലാത്ത ആത്മസംതൃപ്തിയുണ്ട്. ചിലർ കല്ലുകൾ തലയിൽ ചുമന്ന് മല കയറും, ജീവിതത്തിലെ ഭാരങ്ങൾ മുത്തപ്പന്റെ ചുവട്ടിൽ ഇറക്കി വെക്കാൻ. സ്ത്രീകൾ ചൂലുകൾ നേർച്ചയായി കൊണ്ടുവരും. പിന്നെ ശർക്കരയും എള്ളും നേർച്ചയുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് വലിയ നോമ്പ് കാലത്തും പുതുഞായറാഴ്ച തിരുനാളിലും ഇവിടേക്ക് ഒഴുകി എത്തുന്നത്. മല ചവിട്ടി മുകളിൽ എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു കാറ്റുണ്ടല്ലോ, മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ആ ഒരു സമാധാനം, അത് അനുഭവിച്ച് തന്നെ അറിയണം മക്കളെ. അപ്പൊ എങ്ങനെയാ ഈ തവണത്തെ പൊന്മല കയറ്റത്തിന് നിങ്ങളും റെഡിയല്ലേ? വിശ്വാസവും ചരിത്രവും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന മലയാറ്റൂരിലേക്ക് ഏവർക്കും സ്വാഗതം. മുത്തപ്പന്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി എന്നാ.